എടാ അപ്പം ഇന്ന് 25 ക്രിസ്മസ് ആണ്. അപ്പോൾ അടിച്ച് പൊളിക്കുകയില്ലേ എടാ. ഇത് 25 തീയതി നമുക്ക് വൈകിട്ട് സന്ദേശ റാലിയുണ്ട്. അത് എല്ലാ വർഷവും ഉള്ളതാണ്. ശേഷിക്കുന്ന സമയവും ദിവ്യാത്മാവിനാൽ ഞങ്ങൾ വഴി നടത്തും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആരാധനയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ആരാധന കഴിഞ്ഞു വീട്ടിൽ വന്നു. അത് കഴിഞ്ഞാണെടാ ഈ ചിക്കൻ വയ്പ്പ്. എടാ അടിപൊളി മണോടാ വരണത്. നിങ്ങളെ വീട്ടിൽ വെച്ചായിരുന്നു ചിക്കനൊക്കെ? മിഡിൽ ക്ലാസ് ഫാമിലി സന്തോഷം. വെന്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചൊരു പിടി അങ്ങ് പിടിക്കണം. അമ്മയാണ് എല്ലാത്തിൻ്റെയും ഓൾ ഇൻ ഓൾ. എനിക്ക് വയ്ക്കാനൊന്നും അറിയത്തില്ല. ഞാൻ ഓപ്പണായിട്ട് പറയാം, എനിക്ക് വയ്ക്കാൻ അറിയില്ല ചിക്കൻ. അമ്മയാണ് വയ്ക്കാറ്. ഇവിടെ അമ്മ വയ്ക്കുന്നതിന് സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയായിരുന്നു. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് സ്പെഷ്യൽ എന്ന് പറയാൻ ഇത് തന്നെയായിരുന്നു. പിന്നെ അമ്മമ്മ നമുക്ക് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ചേട്ടനും പപ്പയും പ്ലം കേക്ക് വാങ്ങി തന്നായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. വാഹനങ്ങളുടെ ക്രമീകരണം എന്ന് പറഞ്ഞു. പക്ഷേ 7 മണിയായിട്ട് നമ്മൾ ഇവിടെ നിൽക്കണതേ ഉള്ളൂ. എടാ ഒരു പറ്റ പിള്ളേർ ക്രിസ്മസ് പാപ്പയായിട്ട് ഇതാ പോകുന്നുണ്ട്. ഇതിൻ്റെ പുറകിലായിട്ടാണ് കൊയർ ടീം അംഗങ്ങൾ പോകുന്നത്, അതായത് ഞാൻ. ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ നിന്നൊരു വണ്ടി ഉണ്ടെന്ന് സ്റ്റേജിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്റ്റേജ് പോലെ ചെയ്ത വണ്ടിയിലാണ് ഈ കുട്ടികൾ ഡാൻസ് കളിക്കുന്നതും കൊയർ ടീമിൻ്റെ പാട്ടും ഉള്ളത്. ഇവിടെ ഒരു അടിപൊളി അനുഭവമാണ്. നിങ്ങൾക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സന്ദർഭങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എന്നും പറഞ്ഞ് അങ്ങ് അടിച്ച് കിറിഞ്ഞ് അങ്ങനെയല്ല. നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കളിക്കുക, പാടുക, അങ്ങനെ കൂട്ടുകാരോടെ എൻജോയ് ചെയ്ത് നടക്കുക. ആവശ്യത്തിന് മാത്രം. ഇത് കാണുന്ന കുട്ടികൾ വിചാരിക്കും ചേച്ചി പറഞ്ഞല്ല, അപ്പോൾ ഇനി മൊത്തം അങ്ങ് അടിച്ചെറിയും കിടക്കും. ക്രിസ്മസ് സന്ദേശ ഘോഷയാത്ര അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മൊത്തം അടിച്ച് കെറിഞ്ഞ് നടക്കാം അങ്ങനെ ഇരിക്കും. പക്ഷെ അങ്ങനെയല്ല, ലിമിറ്റ് വേണം. എടാ പിന്നെ നമ്മളിതാ മൂവ് ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സ്പോട്ടിൽ ഇങ്ങനെ പോകും, വണ്ടികളിൽ പോകും, അവിടെ ചെല്ലും, പിന്നെ ഒരു പാട്ട് പാടും, ഡാൻസ് കളിക്കും. പിന്നെ അവിടെ വെച്ച് തന്നെ അവർ സ്വീകരണം തരും. സ്വീകരണം തരുന്നവർ തന്നെ കേക്ക് വാങ്ങി വെച്ചിരിക്കും. അത് നമ്മൾ കട്ട് ചെയ്യും, നമ്മൾ കഴിക്കും, പിന്നെ അടുത്ത സ്പോട്ടിലേക്ക് പോകും. ഇതാണ് നമ്മളുടെ പരിപാടി. എന്തൊക്കെ പറഞ്ഞാലും അടിച്ച് പൊളിച്ചളഞ്ഞേ. പിന്നെ നമ്മൾ ഓരോ സ്പോട്ടിൽ പോകുമ്പോൾ അവിടെ നമ്മളെ പെർഫോമൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കാണും. കുട്ടികളും ആൻറ്റിമാരും ചേച്ചിമാരും മാമന്മാരും ഒക്കെ കാണും. അപ്പോൾ അവർ എൻജോയ് ചെയ്യും, നമ്മളും എൻജോയ് ചെയ്യും. അപ്പോൾ നമ്മളും ഇങ്ങനെ വണ്ടിയിലാണ് പോവാറ്. ഇത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും, നമ്മൾ രണ്ടുപേരും നല്ല ചില്ലൗട്ടായിട്ടാ പോയത് വണ്ടിയിൽ. നമ്മൾ ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി നല്ല വൈബായിട്ടാണ് നമ്മൾ പോയത്. നിങ്ങൾ കണ്ടോടാ, ബേക്കിൽ നിന്ന് വരുന്ന എല്ലാ 2 വീലേഴ്സും നമ്മളുടെ കൂടെ ഉള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ റാലി ആയിട്ടാണ് പോവാറ്. സൂപ്പറല്ലേ ഇത്? പിന്നെ ഉണ്ടല്ലോ മറ്റേ യന്ത്രം ഇല്ലേ, മറ്റേ പേപ്പർ തുപ്പുന്ന യന്ത്രം. അതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയത്തില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ തൊട്ട് ഇങ്ങോട്ടൊന്ന് അടിയടാ, പേപ്പർ തുപ്പട യന്ത്രം ഒന്ന് ഇങ്ങോട്ടൊന്ന് അടിയടാ എന്ന് കീറി വിളിച്ചിട്ടും അവന്മാർ നമുക്കിടാ പേപ്പർ അങ്ങനെ ചെയ്തു തന്നില്ലടാ. എന്താന്തോ.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്പോട്ടിൽ പോകും അവർ സ്വീകരണം തരും അങ്ങനെയൊക്കെ. അപ്പോൾ ചില സ്പോട്ടിൽ പോകുമ്പോൾ അവർ തന്നെ പുൽക്കൂട് വരെ ഉണ്ടാക്കി വെച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ മുന്നിൽ വെച്ചായിരിക്കും നമ്മൾ കേക്ക് കട്ട് ചെയ്യണതും. പിന്നെ നമുക്കൊരു ഒരു ഡോൾ ടീമുണ്ടായിരുന്നു. അത് താമ്പൂലം എന്ന് പറയുന്ന ഒരു ടീമാണ്. അപ്പോൾ അവർ നമുക്ക് നന്നായിട്ട് കൂടെ സപ്പോർട്ടീവായിട്ട് ഉണ്ടായിരുന്നു. അത് നമ്മുടെ പള്ളിയിലുള്ള ചെറുപ്പക്കാർ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ ഒരു ഫ്ലോട്ട് ഉണ്ടായിരുന്നു. ഇതായിരുന്നു ആ ഫ്ലോട്ട്. അത് ജീവൻ തുടിക്കുന്ന പുൽക്കൂടാണ് കേട്ടോ. അപ്പോൾ അതിൽ യോസേഫായിട്ടും മറിയായിട്ടൊക്കെ ഇരുന്നത് നമ്മുടെ പള്ളിയിലുള്ള ഒരു ഫാമിലിയാണ്. എടാ ഈ കേക്ക് കട്ട് ചെയ്യുന്നത് ഒരു സഭാ ശുശ്രൂഷയാണ്. നമ്മുടെ പള്ളിയിൽ മുന്നേ ഇരുന്നിട്ട് പോയ അച്ഛനാണ്. അച്ഛനെ ഭയങ്കരത്തെ കോയിൻസിഡൻസ് ആയിട്ട് കണ്ടതാണ്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്തൊക്കെ പോയി സംസാരിച്ചു. നമ്മുടെ യാത്ര ഇതാ തിരിച്ചിട്ടുണ്ട്. എടാ നമ്മൾ നല്ല വൈബായി വരെയാണ്. എടാ സമയം ഒത്തിരി ആയടാ. നമ്മളൊക്കെ വീടെത്തിയപ്പോൾ 12:30 നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല ലേറ്റായി ഈ റാലി തീരാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല, താമസിച്ച അത്രയും നല്ലത്. അപ്പോൾ ഇനി നമ്മളെ റാലി അവസാനിക്കാൻ വേണ്ടിയിട്ട് 2 സ്പോട്ടും കൂടെ ഉള്ളൂ. ഇത് ഒരു പള്ളിയിലെയാണ്. അപ്പോൾ ആ പള്ളിക്കാരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു ക്രിസ്മസ് പാപ്പേനെയും നല്ല അടിപൊളി വെള്ളച്ചാട്ടം പുൽക്കൂടൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാട്ട് പാടി ഡാൻസൊക്കെ കളിച്ചു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മൂവ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. എടാ ഇത് നമ്മുടെ നാട്ടിൽ സഖാക്കൾ തന്ന ഒരു സ്വീകരണമാണ്. ഇവിടെ അതിൽ വാർഡ് മെമ്പറുണ്ട്, പ്രസിഡൻ്റുണ്ട്, അങ്ങനെയുള്ളവർ. അപ്പോൾ അവർ നമുക്ക് നല്ലൊരു ഗംഭീര സ്വീകരണമാണ് തന്നത്. കേക്കൊക്കെ കട്ട് ചെയ്തു, ഇവിടെയും പാട്ട് പാടി ഡാൻസൊക്കെ കളിച്ചു. എടാ ഇവിടെയൊക്കെ എത്തിയപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നല്ല ടയേർഡായി. എന്നാലും ഇതെപ്പോഴും ഉള്ളതല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളങ്ങ് കൊള്ളാം നന്നായിട്ട് എൻജോയ് ചെയ്തൊക്കെയാണ് നിന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ക്രിസ്മസ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഫാമിലിയായിട്ട് അങ്ങനെ നമ്മൾ ട്രിപ്പും കാര്യങ്ങളും പോയില്ല. മൊത്തം ചർച്ചിലൊക്കെ തന്നെയായിരുന്നു. പാർട്ട് 1 വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.